കെട്ടുകഥ കസേരകളി കഥകളി. നമസ്തേ. അങ്ങനെ ബാലഗോപാലൻ മന്ത്രി ഒരു ബഡ്ജറ്റ് കൂടി നിയമസഭയിൽ വായിച്ചിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ കൈ അയച്ച് സഹായിച്ചില്ലെങ്കിൽ പ്ലാൻ ബി വേണ്ടിവരുമെന്നാണ് മന്ത്രി പറഞ്ഞത്. ഈ പ്ലാൻ ബി എന്താണെന്ന് മാത്രം ചോദിക്കരുത്, അതെന്താണെന്ന് കപ്പിത്താൻ സഹാവിന് പോലും വലിയ ധാരണയില്ല. ആക്രി സാധനങ്ങൾ വിൽക്കുന്നതും പുഴയിലെ മണ്ണ് വാരുന്നതുമടക്കം കാശുണ്ടാക്കാൻ പദ്ധതികൾ പലതുണ്ടെങ്കിലും KSRTCയും സപ്ലൈകോയും അടക്കം കാശ് കൊടുക്കാനുള്ളവർക്ക് കൊടുക്കാൻ പരിപാടിയൊന്നും പറഞ്ഞു കേട്ടില്ല. ആ പാവങ്ങൾക്ക് കൊടുക്കാനുള്ള പെൻഷനെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ അവരുടെ മക്കൾക്ക് ബാംഗ്ലൂരിൽ ഒരു IT കമ്പനിയെങ്കിലും തുടങ്ങാമായിരുന്നു. സ്വാഗതം കഥകളിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക്. കെട്ടുകഥ കസേരകളി കഥകളി. കാരണഭൂതൻ സഹാവിൻ്റെ മകളെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പോൾ കാര്യങ്ങൾ. മകൾ മാസപ്പടി വാങ്ങിയെന്നാണ് ഇപ്പോൾ ഉയർന്ന ആരോപണം. കൈതോലപ്പായ, ബിരിയാണി ചെമ്പ്, കമല ഇന്റർനാഷണൽ എങ്ങനെ കഥകൾ കുറെ കേട്ടിട്ടുണ്ട് സഹാവ്. പക്ഷേ ഇതുകൊണ്ടൊന്നും സഹാവിനെ തളർത്താമെന്ന് ആരും കരുതരുത്. കാരണം ആ കൈകൾ ശുദ്ധമാണ്. വീണ്ടും നിങ്ങൾ ബിരിയാണി ചെമ്പ്, സ്വർണ്ണക്കടത്ത് ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്നതായി കേട്ടു. കൈതോലപ്പായ, അതിനെല്ലാം മുമ്പ് പറഞ്ഞ കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നല്ലോ. നിങ്ങൾ ഓർക്കുന്നുണ്ടോന്ന് അറിയില്ല, ചിലരെങ്കിലും മറന്നു കാണാനിടയില്ല. ഞാൻ ഓർക്കുന്നു, വല്ലാതെ ഓർക്കുന്നു. സിംഗപ്പൂർ യാത്ര 100 തവണ, അത് ഒരു ഘട്ടത്തിൽ പറഞ്ഞു ചേർന്നായിരുന്നു. എല്ലാ കാര്യമൊന്നും ഞാൻ പറയാൻ പോകുന്നില്ല. എല്ലാത്തിനൊരു സമയമുണ്ട് ദാസ. പിന്നെ ടെക്നിക്കാലിയ, പിന്നെ ആ പേരേ കേൾക്കുന്നില്ല ഇപ്പൊ. കമല ഇന്റർനാഷണൽ, അതും പിന്നെ കേൾക്കുന്നില്ല. പിന്നെ കൊട്ടാരം പോലുള്ള വീട്, അതിന് സാക്ഷ്യപത്രമായിട്ടൊരു വീടും അവതരിപ്പിച്ചു, അത് ഓർക്കുന്നില്ലേ? ചന്ദിരൻ ചേട്ടന്റെ വീട് കണ്ടാൽ അമ്പിലി മാമനുദിച്ച പോലെ പായലും പൂപ്പലും മുട്ടുമില്ല, വിള്ളലും ഇപ്പവും തീരെയില്ല. കേരളത്തിലെ കാലാവസ്ഥയ്ക്കായി പ്രത്യേകം നിർമ്മിച്ച സ്പെഷ്യൽ. ഇങ്ങനെ എന്തെല്ലാം തരത്തിലുള്ള നാട് നിറയെ നിക്ഷേപങ്ങൾ, ഏത് പിന്നെ സ്ഥലം കണ്ടാലും അത് ഇയാളതാണ് പറഞ്ഞു പ്രചരിപ്പിച്ച കാര്യങ്ങൾ. ഈ 30 ഏക്കർ സ്ഥലമാണോ നീ വാങ്ങിയത്? അതെ. നടുക്കൂടെ കനാൽ ഒഴുകുന്ന ഈ 30 ഏക്കർ സ്ഥലം തന്നെയാണോ നീ വാങ്ങിയത്? അതെ. ഇങ്ങനെ എന്തെല്ലാം കഥകൾ നേരത്തെ തന്നെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോ അതൊന്നും നമ്മളെ ഏൽക്കില്ല, കാരണം ഈ കൈകൾ ശുദ്ധമാണ്. അതുകൊണ്ട് തന്നെയാണ് നിന്റെ ഈ വൃത്തിയേട്ട കയ്യില് ഇത്രയും ഭാഗ്യം ഒളിഞ്ഞിരിക്കുന്നത്. എനിക്ക് ഇപ്പോഴാടാ മനസ്സിലായത്. നേരത്തെ ഭാര്യയെ കുറിച്ചായിരുന്നു, ഇപ്പം മെല്ലെ മകളിലേക്ക് എത്തിയിട്ടുണ്ട്. എക്സലോജിക്ക് പ്രശ്നം യഥാർത്ഥത്തിൽ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ അതിൽ നിന്ന് പിണറായി വിജയനെ കുറച്ചാൽ പിന്നെ ഇല്ല. അപ്പോൾ രാഷ്ട്രീയമാണ്. ഇക്കാര്യത്തിൽ ഞാൻ ഒരിക്കലും സഹാവിനെ കുറ്റം പറയില്ല കേട്ടോ. സ്വന്തം മക്കൾക്ക് സ്വന്തമായി ഒരു കമ്പനി വേണമെന്ന് ആരാണ് ആഗ്രഹിക്കാത്തത്? അങ്ങനെ സഹാവിൻ്റെ ഭാര്യ, അതായത് വീണയുടെ അമ്മ, റിട്ടയർഡ് ആയപ്പോൾ കിട്ടിയ കാശ് വെച്ച് ബാംഗ്ലൂരിൽ ഒരു കമ്പനി തുടങ്ങിക്കൊള്ളാൻ പറഞ്ഞു. വലുതൊന്നുമല്ല കേട്ടോ, ചെറിയൊരു കമ്പനി. കാണേണ്ട കാര്യം എന്താണെന്നറിയോ? മകള് ബാംഗ്ലൂരിൽ കമ്പനി തുടങ്ങാൻ പോകുന്നത് എൻ്റെ ഭാര്യ, അവളുടെ അമ്മ, റിട്ടയർ ചെയ്ത് കിട്ടിയ കാശ് അത് ബാങ്കിൽ നിന്ന് എടുത്ത് കൊടുക്കുകയാണ്. നീ പോയിട്ട് നിന്റേതായ കമ്പനി തുടങ്ങും. ഇത്രയും മതി. സൂര്യന് താഴെയുള്ള ഒരുമാതിരിപ്പെട്ട വിഷയമൊക്കെ പറഞ്ഞു. എൻ്റെ ഭാര്യ, അവളുടെ അമ്മ, റിട്ടയർ ചെയ്ത് കിട്ടിയ കാശ് അത് ബാങ്കിൽ നിന്ന് എടുത്ത് കൊടുക്കുകയാണ്. നീ പോയിട്ട് നിന്റേതായ കമ്പനി തുടങ്ങും. സ്വന്തമായിട്ട് ചെറിയ കമ്പനി തുടങ്ങിയാൽ മതി എന്ന് പറഞ്ഞിട്ട് തുടങ്ങുകയാണ്. നീ വിഷമിക്കണ്ട, നിന്റെ പേരിലും എന്തെങ്കിലും ചെറുകിട വ്യവസായം തുടങ്ങാമെന്നാ ഇവര് പറയുന്നത്. പപ്പടത്തിന് ഇപ്പൊ ഭയങ്കര ഡിമാൻഡാണല്ലോ. പിന്നെ അതുകൊണ്ട് ജയപ്രഭ പപ്പടം പ്രൈവറ്റ് ലിമിറ്റഡ്. അപ്പൊ അതിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കേൾക്കുമ്പോൾ എനിക്കൊരു മാനസിക കുലുക്കവും ഉണ്ടാവില്ല. സുന്ദര, നീ എന്താ ഞെട്ടാത്തെ? ഞാൻ ഒരു പ്രാവശ്യം ഞെട്ടിയതാ, എപ്പോഴെപ്പോഴും ഞെട്ടാൻ എനിക്ക് വട്ടൊന്നുമില്ല. ഇനി അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ചില കാര്യങ്ങളാണ്. മനസ്സമാധാനമാണ് എല്ലാത്തിലും പ്രധാനം. തെറ്റ് ചെയ്താൽ മനസ്സമാധാനം ഒരിക്കലും ഉണ്ടാകില്ല. മനസ്സമാധാനം ഉണ്ടെങ്കിൽ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഉള്ളാലെ ചിരിച്ചുകൊണ്ട് കേൾക്കാൻ പറ്റും എന്നാണ് സഹാവ് പറയുന്നത്. സഹാവ് ഇപ്പോൾ ഇതൊക്കെ ഉള്ളാലെ ചിരിച്ചുകൊണ്ട് കേൾക്കുകയാണ്. സഹാവിനൊന്നും ഏശില്ല. ഞാൻ പരസ്യമായിട്ടൊരു യോഗത്തിൽ പറഞ്ഞല്ലോ, മനസ്സമാധാനമാണ് പ്രധാനം. നിങ്ങൾ മനസ്സമാധാനത്തിന് നിരക്കുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യാവൂ. തെറ്റ് ചെയ്തെങ്കിൽ മനസ്സമാധാനം ഉണ്ടാവില്ല. മാടമ്പള്ളിയിലെ ആ ചിത്രരോഗി ഇയാളുടെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ടല്ലേ? ബാക്കിയെല്ലാം കേൾക്കുമ്പോഴും തെറ്റായ കാര്യങ്ങൾ നമ്മളെക്കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോഴും ഉള്ളാലെ ചിരിച്ചുകൊണ്ടത് കേൾക്കാൻ പറ്റും. ആ ഉള്ളാലെ ചിരിച്ചുകൊണ്ട് കേൾക്കാൻ പറ്റുന്ന മാനസികാവസ്ഥയിലാണ് ഞാൻ. ഒരു പ്രത്യേക ജീവിതം അല്ലേ? ഒന്നും എന്നെ യേശില്ല. യേശാത്തത്
ഇതുകൊണ്ട് തന്നെയാണ്. അതൊരു അഹംഭാവം പറച്ചിലൊന്നുമല്ല. ഈ കൈകൾ ശുദ്ധമാണ്, അതുകൊണ്ട് തന്നെയാണ്. നിങ്ങൾ ഈ നാടിന്റെ അഭിമാനമാണ്. എനിക്ക് അഭിനന്ദിക്കാൻ വീണ്ടും വാക്കുകൾ കിട്ടുന്നില്ല. കറക്റ്റ്. അത് ആരുടെ മുന്നിലും പറയാൻ കഴിയും? അല്പം തല ഉയർത്തി തന്നെ പറയാൻ കഴിയും. അതാ കാര്യം കേട്ടോ, കരിഞ്ഞു പോകും. പക്ഷെ നിങ്ങൾക്ക് രാഷ്ട്രീയമായി ആവശ്യമുണ്ടാകാം. ഈ ടീമിന് ഇപ്പോൾ ഞാനാണല്ലോ ഒരു നേതാവ് എന്ന് പറയാൻ ഇരിക്കുന്നത്. ആരിരുന്നാലും ഇവിടെ ഇരിക്കുന്ന ആളാണല്ലോ നേതാവ്. இங்க நான் தான் கிங். நான் வச்சதான் ரூல்ஸ். அந்த ரூல்ஸ் எனக்கு இஷ்டத்துக்கு அப்பப்ப மாத்திட்டே இருப்பேன். அதை விட்டுட்டு ஏதாவது அடாவடித்தலை பண்ண நினைச்ச உன்னை கண்ட துண்டமா வெட்டி கழிச்சு போட்டுடுவேன். പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിക്കാൻ പിണറായി സഖാവ് പോയി കൈ തൊഴുതുകൊണ്ട് ചിരിച്ചുകൊണ്ട് നിന്നു എന്നാണ് പ്രതിപക്ഷത്തിന്റെ മറ്റൊരു ആരോപണം. തീയിൽ കുരുത്ത കുതിര, കൊടുങ്കാറ്റിൽ പറക്കുന്ന കഴുകൻ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പിണറായി സഖാവ് ആളൊരു പാവമാണെന്നേ. കാര്യം പ്രതിപക്ഷവും മുഖ്യമന്ത്രിയും ഒക്കെയാണെങ്കിലും സാധാരണഗതിയിൽ കാണിക്കേണ്ട മര്യാദകളൊക്കെ സഖാവിന് നന്നായിട്ട് അറിയാം. ഞാനൊരു ദിവസം ഫ്ലൈറ്റിൽ വരികയാണ് എറണാകുളത്തേക്ക്. എഴുന്നേറ്റപ്പോൾ തൊട്ടു മുന്നിൽ ചപ്പുറത്തായിട്ട് സുധാകരനുണ്ട്. സുധാകരൻ തിരിയുന്നു. ഞാൻ എഴുന്നേറ്റപ്പോൾ നേരെ നിങ്ങൾ ഈ ഫ്ലൈറ്റിലുണ്ടായിരുന്നു? ഞാനുണ്ടായിരുന്നു. നിങ്ങളുണ്ടെന്ന് ഞാനും കേട്ടു എന്ന് പറഞ്ഞു. എന്താ ഇവിടെ തിരുവനന്തപുരത്തേക്ക് വരുന്നുണ്ട്, ഞാൻ തിരിച്ച് ഇങ്ങോട്ട് വരുന്നതാണ്. അല്ല, എനിക്കിവിടെ പരിപാടിയുണ്ട്, എല്ലാം കഴിഞ്ഞ് പറഞ്ഞ് ഞാൻ ഇറങ്ങി പോകുന്നു. അദ്ദേഹം പത്രക്കാരോട് പറഞ്ഞ് നിങ്ങളെല്ലാവരും കേട്ടില്ലേ? അഴിമതിയിൽ മുങ്ങിക്കൊളിച്ച സർക്കാർ മുഖ്യമന്ത്രിക്കൊക്കെ വല്ല ഉളുപ്പുണ്ടോ? ഇങ്ങനെ ഒരു മനുഷ്യനുണ്ട്. ഞാൻ ഇതുപോലെ പച്ചയിൽ പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ട് ഇന്ന് രാവിലെയും ഫ്ലൈറ്റിൽ കണ്ടപ്പോ എന്നോട് ചിരിക്കുകയാണ്. അതെയാ? നാണമുണ്ടോ ഈ മനുഷ്യൻ? എന്നെ കണ്ടപ്പോ ചിരിക്കുകയാണ്. ഞാൻ തന്നെ നാണം കിട്ടു. അല്ല, അത് ഞാൻ ചോദിക്കണത്, ഞാൻ എന്താ വേണ്ടിയിരുന്നത്? ഞാൻ അയാളെ ഭയന്നിട്ടാണോ? സുധാകരൻ എന്ന നിങ്ങളുടെ നേതാവിനെ ഭയന്നുകൊണ്ടാണോ ഞാൻ അദ്ദേഹത്തോട് യോഗ്യം പറഞ്ഞത്? സാധാരണ ഒരു മര്യാദയില്ല, നമ്മളെല്ലാം ആളുകൾ കാണുകയില്ലേ? സാധാരണ മര്യാദ അനുസരിച്ച് എൻ്റെതായ മര്യാദ ഞാൻ കാണിക്കണ്ടേ? അതല്ലേ എൻ്റെ ഭാഗത്ത് ഉണ്ടായത്. അത് ഭയന്നതുകൊണ്ടോ എൻ്റെ മുട്ടിങ്ങനെ അടിച്ചതുകൊണ്ടോ ആണ്? ഞാൻ പോണേണ്. വെറുതെ എന്തിനാണ് ഒരുപാട് എക്സ്പ്രഷൻ ഇട്ട് ചാവണത്? ഇതൊക്കെ നാം തമ്മിൽ സാധാരണഗതിയിൽ കാണിക്കേണ്ട ഒരു മര്യാദയിൽപ്പെട്ടതാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അതിനൊന്നും ഉത്തരം എന്തൊക്കെയൊന്നും കിട്ടൂല വിജയ. ഈ നവകേരള സദസ്സ് എന്തിനായിരുന്നു എന്ന് ചോദിച്ചാൽ ഭരണപക്ഷത്തിനോ പ്രതിപക്ഷത്തിനോ വലിയ ധാരണയൊന്നുമില്ല. ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്തൊക്കെ തന്നെയായാലും മ്യൂസിയത്തിൽ വയ്ക്കാൻ വലിയൊരു ബസ് കിട്ടി എന്നതാണ് നമുക്ക് സന്തോഷിക്കാവുന്ന കാര്യം. എന്നാൽ PK ബഷീർ MLA ചിലത് പറയുന്നത് കേട്ടാൽ തോന്നിപ്പോകും, ശരിക്കും ഇതിന് തന്നെ ആയിരുന്നോ ഈ യാത്ര എന്ന്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഈ നവകേരള സദസ്സ് എന്താ ഉണ്ടായത്? നിങ്ങൾ ആദ്യം പറഞ്ഞു പരാതി സ്വീകരിക്കാനാണെന്ന് പറഞ്ഞു, പിന്നെ പറഞ്ഞു ജനങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കാനാണെന്ന് പറഞ്ഞു, പിന്നെ പറഞ്ഞു സംവാദമാണെന്ന് പറഞ്ഞു. ആരോടെ നിങ്ങൾ സംവാദം നടത്തിയത്? നഖങ്ങളുടെ മുകളിൽ കള്ളങ്ങൾ അടുക്കി അടുക്കി നമ്മൾ ഉയരങ്ങളിലേക്ക് പോവുകയാണ് ഗോവിന്ദൻകുട്ടി. അവിടെ നിന്ന് വീണാ മതി, മൂക്ക് കുത്തി വീഴും, പിന്നെ എണീക്കാൻ പറ്റില്ല. അതുകൊണ്ട് പറഞ്ഞതാണ്. വലിയ തത്വമൊന്നും പറയണ്ട. നിക്കക്കളിയില്ലാത്ത നിലയിലാണ് നമ്മൾ. തത്വയെ പഠിപ്പിക്കുമ്പോൾ എല്ലാം ഞാൻ പഠിപ്പിച്ചതല്ലേ. ഈ രാജീവൊക്കെ അത്യാവശ്യം വിവരമല്ല, ഒരു കോമൺ സെൻസിലെ ഒരു ബുദ്ധിയുടെ സാധനമാണ് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷെ ഇങ്ങനെയുണ്ടോ ഒരു പരാതി 20 ആള് പോയിട്ട് ഒരു 100 ആളിക്കുന്നൊരു അയ്യഞ്ചിച്ച പരാതിയൊക്കെ നിങ്ങൾ വാങ്ങണ്ടേ? നിങ്ങളെ കൈക്ക് നിങ്ങൾ എവിടെ പോയി വാങ്ങിയത്? ചെക്കാണോ നിവേദനമാണോ? നിവേദനമാണേ അങ്ങോട്ട് കൊടുത്തേക്കടോ. ഒറ്റ തഹസിൽദാർക്ക് പരാതി കൊടുത്തിട്ട് ഒരു കാര്യം തീരുമാനമായി. അവസാനം കേരള സദസ്സിൽ പോയി. കേരള സദസ്സിൽ പോയപ്പോ പോയി പരാതി കൊടുക്കുമ്പോ പിന്നെ അത് വാങ്ങണം ആ തഹസിൽദാറാ സർ. സാർ ആ തഹസിൽദാറാണ്. അത് സാർ ഈ മൂത്രക്കല്ലിന് അസുഖം ഉണ്ടായപ്പോ നമ്മുടെ നാട്ടില് പറഞ്ഞു കോഴിക്കോട് നല്ല ഡോക്ടർ ഉണ്ട്, അവിടെ നിന്ന് പോയി നോക്കുകയാണ്. കോഴിക്കോട് ചോദിക്കുമ്പോ മോനെ കാണിച്ച ആ ഡോക്ടറെ അപ്പോഴും മൂത്രക്കല്ലിന് നോക്കാൻ അവിടെ സ്പെഷ്യലിസ്റ്റ്. അതേമാതിരി ഒരു ഉദാഹരണം പറയുന്ന സമയത്ത് ഇങ്ങനെ കുറച്ച് അന്തസ് വേണ്ടേ? 20 മന്ത്രിമാരിങ്ങനെ വന്ന് എല്ലാവരും നല്ല പുതിയാപ്പിളായി 20 ആളും ഇവിടുന്ന് തേട്ടം പോണ മാതിരി കാസർഗോഡ് നിങ്ങളുടെ തിരുവനന്തപുരത്തേക്ക് 42 ദിവസം എന്നിട്ട് ഇങ്ങനെ വിഭവസമൃദ്ധമായിട്ടുണ്ട്. എല്ലാത്തിന്റെ വെയിറ്റ് 6 കിലോ നിങ്ങളുടെ കൂടി നല്ല നാട്ടുകാർക്ക് പ്രയോജനമുണ്ടായി. ഈ മന്ത്രിസഭയ്ക്ക് ജനങ്ങൾക്ക് വേണ്ടി ഒരു പുല്ലും ചെയ്യാൻ കഴിയില്ല. ഇപ്പൊ നിങ്ങൾക്ക് കേരളയിൽ ഇങ്ങനെ കണ്ണൂരിൽ നിന്ന് അപ്പം തിന്നാല് തിരുവനന്തപുരത്ത് തിന്നാറ് ഗോവിന്ദൻ മാസ്റ്റർ ക്ലാസ്. നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? നിങ്ങളത് ആലോചിച്ചൊക്കെ നിങ്ങളെ പാർട്ടി എടുക്കാൻ ഈ പോക്ക്.
കഥകളിയിൽ ഒരു ഇടവേളയാണ്. കെട്ടുകഥ, കസേരകളി, കഥകളി.